പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചു. അപ്പം വിളിച്ചതിൽ പല കുട്ടികളും ഷെയർ ചെയ്തത് അവരുടെ പ്രതീക്ഷകളാണ്, അവർക്ക് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ മറ്റു ചില കുട്ടികൾ ഷെയർ ചെയ്തത് അവരുടെ പ്രതീക്ഷ അറ്റുപോയി എന്നുള്ള കാര്യമാണ്. അതായത് ഇനിയും അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ധാരണയില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പം ഒരുപാട് വർഷങ്ങൾ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ട് അതിൽ നിന്ന് ഒരു റിസൾട്ട് നേടിയെടുക്കാൻ പറ്റാതാകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ കുറച്ചു പേരൊക്കെ ഈ ഒരു പ്രിപ്പറേഷൻ അവിടെ വെച്ച് നിർത്തിപ്പോവുകയും മറ്റു ചിലർ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള താല്പര്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് കുട്ടികളാണ് എന്നെ ഇന്നലെ വിളിച്ചത്. അപ്പം അവരെല്ലാവരും പല പല സ്ഥലങ്ങളിൽ പഠിച്ചവരും അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തവരും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, സാർ ഇനി എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യും, ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ള കാര്യമാണ് അവർ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തത്. പക്ഷെ അവർക്കറിയാം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണുമെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ സൊല്യൂഷൻ തേടിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ പറ്റിയിട്ടൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. വളരെ അഫോർഡബിൾ ആയിട്ട് അവർക്ക് അവരുടെ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവരുടെ അടുത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. കാരണം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിലൊരു ധാരണക്കുറവുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. IPM IAS അക്കാഡമിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1-2 വട്ടം വളരെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ നമുക്ക് എപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു കാര്യം അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പം നമ്മൾ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കൂടുതലും ഇല്ലാതെ വരുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ സപ്പോർട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അഡ്വൈസബിൾ ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. സോ വി ആർ ദെയർ ടു ഹെൽപ്പ് യു ഫോർ ദാറ്റ്.